ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടാത്തത് കൊണ്ടും തന്നെ തിരിച്ചറിയാത്തത് കൊണ്ടും ആ വേദനയിൽ തന്റെ മേലുണ്ടായ മർദ്ദനങ്ങളൊക്കെ ഏറ്റ് അവശനായിരുന്നെങ്കിലും മയക്കത്തിൽ വീണ് ബോധം കെട്ട് വീണിരുന്ന സച്ചിയെ അവിടെയുള്ള സ്വാമി പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോധം തിരിച്ചു വരുന്ന നിമിഷത്തിൽ സച്ചിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അർച്ചന തന്നെ തിരിച്ചറിയാതെ ഗൂഗിളിന്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നതായിരുന്നു. അർച്ചന എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്ന് അർച്ചനയെ ചേർത്ത് പിടിച്ച നിമിഷത്തിൽ നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് സച്ചിയെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു അപരിചിതനെ പോലെ സച്ചിയെ അകറ്റി നിർത്തിയ അർച്ചനയുടെ പ്രവൃത്തിയും അപ്പോഴത്തെ അർച്ചനയുടെ പരിഭ്രമവും ഒക്കെയായിരുന്നു സച്ചിയുടെ മനസ്സിനെ അലട്ടിയത്. വേഗം സച്ചി ചാടി എഴുന്നേറ്റ് അർച്ചന എന്ന് ഉറക്കെ വിളിച്ചു. അടുത്തു നിന്ന് ആരതി സച്ചിക്ക് അരികിലേക്ക് എത്തിയതും സച്ചി വേഗം ചാടി എഴുന്നേറ്റ് അർച്ചനയെ അന്വേഷിച്ച് പോകാനായിട്ടൊരുങ്ങുമ്പോൾ ആരതി അടുത്ത് നിന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഒന്ന് പിടിച്ചിരുത്തിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ആരതിയും സ്വാമിയും കൂടി ബലമായി സച്ചിയെ വീണ്ടും ആ ബെഡിലേക്ക് ഇരുത്തി. ഉടനെ സച്ചി പറഞ്ഞു, വക്കീലെ എന്നെ പോകാൻ അനുവദിക്ക്, വക്കീലെ അതെന്റെ അർച്ചനയാണ്, എന്റെ അർച്ചന എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആരതി പറഞ്ഞു, സച്ചി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സച്ചിക്ക് സ്വഭാവം നഷ്ടപ്പെട്ടോ? സച്ചി ഇനിയും ഇതുപോലുള്ള മണ്ടത്തരം വിളിച്ചു പറയലേ, അത് ഗൂഗിൾ സാറിന്റെ വൈഫാണ്, സച്ചി എന്താ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടതോടും സച്ചി പറഞ്ഞു, ആരുടെ ഭാര്യയാണെന്നാ വക്കീലെ പറയുന്നത്? വക്കീലെ അത് എന്റെ ഭാര്യ അർച്ചനയാണ്, ഞാൻ പറഞ്ഞില്ലേ, അത് എന്റെ ഭാര്യ അർച്ചനയാണ്, ഞാൻ താലി കെട്ടിയ എന്റെ അർച്ചന. ഇത്രയും വർഷമായിട്ട് ഞാൻ കാത്തിരുന്നത് അവളെ തന്നെയാണ്. അവൾക്ക് എന്താ വക്കീലെ പറ്റിയത്? അവൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? എന്നെ തിരിച്ചറിയാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചു. ഇതെല്ലാം കേട്ടതോടെ ആരതി പറഞ്ഞു, സച്ചി ഒന്ന് പറയുന്നൊന്ന് മനസ്സിലാക്ക്. സച്ചിക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ സംഭവിക്കുന്നത്. എത്രയോ തവണ ഇതുപോലെ അബദ്ധങ്ങൾ സച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സച്ചിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടായ പരിഭ്രമവും മറ്റുമൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നലിനൊക്കെ ഉള്ള കാരണം. സച്ചി അതുകൊണ്ട് ഇനിയും പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കെ, വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. ഉടനെ സച്ചി പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അത് എന്റെ ഭാര്യയാണ്, ഞാൻ താലി ചേർത്ത് സ്വന്തമാക്കിയ എന്റെ അർച്ചന. അവള് മറ്റൊരാളുടേതാണെന്നും മറ്റൊരാളുടെ ഭാര്യയാണെന്നും പറയാൻ ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് എന്റെ അർച്ചനയെ വേണം. അവളെ ഞാൻ കൊണ്ടുപോകും. ആര് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടെ അർച്ചനയെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആരതിയും സ്വാമിയും വീണ്ടും സച്ചിയെ പിടിച്ചു നിർത്തി. അതെ, ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങൾ വഷളാവും കേട്ടോ. ഗൂഗിൾ സാറിനെ അറിയാവുന്നതല്ലേ സച്ചിക്ക്, അതുകൊണ്ട് സച്ചി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആരതിയുടെ നേരെ തട്ടിക്കയറിക്കൊണ്ട് സച്ചി പറഞ്ഞു, ഞാൻ എന്ത് മനസ്സിലാക്കാനാണ് വക്കീല് പറയുന്നത്? വക്കീലെ, ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയാ. അവളെയാണ് ഞാൻ കണ്ടെത്തിയത്. ഇനി എന്റെ മോളെയും അർച്ചനയെയും കൈവിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അർച്ചനയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സച്ചി വേഗം ആരതിയെ തട്ടി മാറ്റിയിട്ട് ആ സ്വാമിയുടെയും ആരതിയുടെയും കൈകൾ ബലമായി തട്ടിമാറ്റി സച്ചി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഈ സമയത്ത് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഗോകുലും അർച്ചനയുമെല്ലാം. എല്ലാവരും വേഗം കാറിന് അരികിലേക്ക് എത്തിയതും ലഗേജുകളൊക്കെ വണ്ടിയുടെ ഡിക്കിയിലേക്ക് എടുത്ത് വെക്കുകയാണ് ഗോകുൽ. അതിനുശേഷം യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ അർച്ചനയും ഗൗരിമോളി ചോദിച്ചു, അല്ലമ്മേ, നമ്മള് ഇവിടുത്തെയും പൂജയും ട്രീറ്റ്മെന്റും ഒക്കെ പൂർത്തിയായോ? അതിനു മുമ്പ് തന്നെയാണോ നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചു. എല്ലാം കഴിഞ്ഞു മോളെ, നമുക്ക് പോകാമെന്ന് ഗൂഗിൾ അറിയിച്ചു. ഉടനെ അർച്ചന ആകെ സങ്കടത്തോടെ കാറിലേക്ക് കയറി. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, എടോ, താൻ കഴിഞ്ഞൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതാണ്. താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ഗൂഗിൾ അർച്ചനയെ ആശ്വസിപ്പിക്കുന്നു. എന്നാലും അർച്ചനയുടെ മനസ്സപ്പോഴും ആകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിന്ന് ദേവമയും സ്വാമിനിയും ഒക്കെ യാത്ര പറഞ്ഞ് അർച്ചനയെ യാത്ര അയക്കുമ്പോൾ മുഖത്ത് പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് അർച്ചന ഗൂഗിളിനോടൊപ്പം വണ്ടിയിൽ കയറി പോകുമ്പോഴാണ് സച്ചി വാതുക്കലേക്ക് ഓടിയെത്തിയത്. അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് സച്ചി പിന്നാലെ എത്തുമ്പോഴേക്കും കാറ് മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. ഉടനെ സച്ചിയുടെ പിന്നാലെ ആരതിയും അവിടേക്ക് ഓടിയെത്തി. സച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് ആരതി ആവശ്യപ്പെടുമ്പോൾ സച്ചി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വേഗം തന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാറിന്റെ കീഴെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സച്ചി പിന്നാലെ പോകുമ്പോൾ അരികിൽ നിന്ന് ആരതി സച്ചിയെ വിളിച്ച് വണ്ടി നിർത്താനായി ശ്രമിച്ചു. സച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞതും സച്ചി അതൊന്നും കൂട്ടാക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം ഗോകുലിനെ പിന്തുടർന്ന് പോകുന്നു. ഗോകുൽ ഈ സമയത്ത് വണ്ടിയിലിരിക്കുന്ന അർച്ചനയുടെ ടെൻഷനും അർച്ചനയുടെ നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഗോകുലിന് മനസ്സിലായി അയാളുടെ മനസ്സിനെ അന്ന് നടന്ന സംഭവങ്ങൾ വല്ലാതെ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ഉടനെ ഗൂഗിൾ പറഞ്ഞു, അതെ, ഇനിയും സച്ചിയുമായിട്ടൊരു ബന്ധം അത് വേണ്ട. അയാള് അങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും കരുതിയതല്ല. എന്തായാലും ഇനി ആ സൗഹൃദം തനിക്കില്ലാതിരിക്കുന്ന നല്ലത് എന്ന് ഗൂഗിൾ തീരുമാനിച്ചു. ഉടനെ അർച്ചനയുടെ ഇരിപ്പ് കണ്ടിട്ട് സച്ചിയുടെ ആ പ്രവൃത്തിയും അയാളെ വല്ലാതെ ടെൻഷനിലാക്കിയെന്ന് മനസ്സിലാക്കിയതോടെ ഗോകുൽ പറഞ്ഞു, സമൃദ്ധ, താൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? സച്ചിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, അയാളുടെ മാനസികാവസ്ഥയും ഞാൻ പറഞ്ഞതല്ലേ.
സത്യത്തിൽ 10 വർഷമായി അയാൾ അയാളുടെ ഭാര്യയും കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളിലും അയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തും പല സ്ത്രീകളെയും കണ്ട് തന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. പല കേസുകളും അയാളുടെ പേരിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് മാനസികമായി ചില പ്രശ്നമുള്ള ഒരാളാണ്. ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടത് നാൾ മുതൽ അയാൾ അവരെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ അയാളെ അലട്ടുന്നുണ്ട്. അല്ലാതെ അയാൾ മനഃപൂർവ്വം തന്നെ ഉപദ്രവിക്കാനായി ശ്രമിച്ചതൊന്നുമല്ല. താൻ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്, ഇനി അയാളെ കാണണ്ട, അതാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞ് വണ്ടി ഡ്രൈവ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൊട്ട് പിന്നാലെ സച്ചിയുടെ കാറ് വരുന്നത് ഗൂഗിൾ ശ്രദ്ധിച്ചു. ദേ, അയാൾ വീണ്ടും നമ്മളെ പിന്തുടർന്ന് വരികയാണല്ലോ. ഇതെന്തായിരിക്കും? ഒരുപക്ഷെ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റ് നമ്മളോട് ഏറ്റു പറയാനായിട്ട് വരുന്നതായിരിക്കും. ക്ഷമ ചോദിക്കാനായിരിക്കും അയാൾ വരുന്നത്. എന്തായാലും അയാളെ ഇനി സമൃദ്ധ കാണണ്ട എന്ന് ഗൂഗിൾ തീരുമാനിച്ചു. അങ്ങനെ ഗൂഗിൾ വണ്ടി ഡ്രൈവർ മുന്നോട്ട് പോകുമ്പോൾ സച്ചി തൊട്ട് പിന്നാലെ ഹോൺ അടിച്ചുകൊണ്ട് ഗൂഗിളിന്റെ കാറിനെ ചേസ് ചെയ്ത് വരികയാണ്. ഒടുവിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെത്തിയതും സച്ചി പതുക്കെ വണ്ടി സ്പീഡ് കൂട്ടി ഓവർടേക്ക് ചെയ്ത് നേരെ ഒപ്പത്തിനൊപ്പം കാർ വന്നു. എന്നിട്ട് സച്ചി ഗ്ലാസ് താഴ്ത്തി അർച്ചന അർച്ചന എന്ന് കാറിൽ നിന്ന് ബഹളം ഉറക്കെ വിളിച്ചു. ഗൂഗിളും അർച്ചനയും ഒന്നും ശ്രദ്ധിക്കാതെ അർച്ചന അപ്പോഴേക്കും സച്ചിയെ കണ്ടിട്ട് വല്ലാതെ പരിഭ്രമിച്ച് കാറിലിരിക്കുകയാണ്. ഉടനെ ഗൂഗിൾ പറഞ്ഞു, എടോ, താൻ ടെൻഷനാവൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. സച്ചി എന്തായാലും തന്റെ അടുത്തേക്ക് ഇനി വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വേഗം കാറിന്റെ സ്പീഡ് കൂട്ടുകയാണ് ഗൂഗിൾ. അർച്ചനയെ വീണ്ടും സച്ചി കാറ് വീണ്ടും മുന്നോട്ടെടുത്ത് ഗൂഗിളിനൊപ്പം തന്നെ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഗൂഗിൾ സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് സച്ചി ആവശ്യപ്പെട്ടു. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ ഗൂഗിൾ വണ്ടിയുടെ സ്പീഡ് അങ്ങ് കൂട്ടി. അങ്ങനെ അവര് വലിയൊരു കാർ റേസിംഗ് തന്നെ അവിടെ നടത്തി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സിഗ്നലിലെത്തിയതും വേഗം ഗൂഗിള് ഇടത്തേക്ക് തിരിഞ്ഞ് വണ്ടിയെടുത്ത് പോയി. ഈ സമയത്ത് ഗൂഗിളിനെ ചേസ് ചെയ്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് കാറിന്റെ സ്പീഡ് നിയന്ത്രിക്കാനാകാതെ സച്ചി നേരെ അവിടെ കണ്ട ഒരു ഡിവൈഡറിൽ ചെന്ന് ആ പോസ്റ്റിൽ ചെന്ന് നേരെ വണ്ടി ഇടിച്ച് ആ നിമിഷം അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് വീഴുകയാണ്. സ്റ്റിയറിംഗിൽ ചെന്ന് തലയിടിച്ച് നേരത്തെ തന്നെ മുറിവുണ്ടായ ആ മുറിവിൽ നിന്ന് തന്നെ ആഴത്തിൽ മുറിവുണ്ടായി രക്തം വാർന്ന് ബോധം കെട്ട് സച്ചി അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് ആ സ്റ്റിയറിംഗിലേക്ക് തന്നെ വീഴുന്നു. ഇതൊന്നും അറിയാതെ ഗൂഗിളിന്റെ ഒപ്പം കാറിൽ അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന. അപ്പോഴേക്കും അവന്തിക്ക് അരികിലേക്ക് എത്തിയ മൂർത്തിയും ഈ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ടും ഗുണകരമായി എന്നും ഇപ്പോ സച്ചിയെ അർച്ചന തിരിച്ചറിഞ്ഞിട്ടില്ല, അത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ സച്ചിക്ക് അർച്ചനയെ മനസ്സിലായല്ലോ. അതുകൊണ്ട് അർച്ചന എവിടെയാണെന്നുള്ള കാര്യവും സച്ചി തിരിച്ചറിഞ്ഞു. ഇനി സച്ചിയുടെ അടുത്ത് നിന്ന് അർച്ചനയെ മാറ്റി നിർത്താനാവില്ല. സച്ചി വീണ്ടും അർച്ചന അന്വേഷിച്ച് ചെല്ലും. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് സച്ചിക്ക് ഉണ്ടാവാൻ പാടില്ല. സച്ചിയെ അതിനു മുമ്പ് തന്നെ ഇല്ലാതാക്കണമെന്ന് അവന്തിക മൂർത്തിക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മൂർത്തി സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് മൂർത്തിയും പുറപ്പെട്ടു. അപ്പോഴാണ് അർച്ചനയെ തനിക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല എന്നും ഇത്രയും നാൾ തൻ്റെ ഒപ്പം അല്ലെങ്കിൽ താൻ ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് കൂടി എനിക്ക് എൻ്റെ അർച്ചനയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എത്ര തവണ ഗൂഗിൾ സാറിന്റെ വീട്ടിൽ താൻ ചെന്നതാണ്, എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന തൻ്റെ അർച്ചനയെ താൻ കണ്ടില്ലല്ലോ എന്ന വേദനയായിരുന്നു സച്ചിയുടെ മനസ്സിനെ അലട്ടിയത്. എത്രയും തൊട്ടടുത്ത് എൻ്റെ അർച്ചന ഉണ്ടായിരുന്നിട്ടും എനിക്ക് അർച്ചനയെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന വേദന സച്ചിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അബോധാവസ്ഥയിലും സച്ചിയുടെ മനസ്സ് അർച്ചനയെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ തേങ്ങുമ്പോൾ വീട്ടിലേക്ക് വന്നെത്തിയ ഗൂഗിളിനെയും അർച്ചനയൊക്കെ സ്വീകരിക്കാനായി വാതിൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു ശിശിര. കാറിൽ നിന്നിറങ്ങിയ അർച്ചനയുടെ മുഖത്ത് പുഞ്ചിരിയൊന്നും കാണാത്തത് കൊണ്ട് അകത്തേക്ക് സ്റ്റെയർ കയറി വന്ന അവരുടെ അരികിൽ ഗൗരിമോള് വേഗം സന്തോഷത്തോടെ ശിശിരയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി. ശിശിരാൻറ്റി എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നതും ഹലോ മോളെ എന്ന് വിളിച്ച് മോളോട് കുശലം ചോദിക്കുന്നതോടൊപ്പം പൂജയും ട്രീറ്റ്മെന്റും ഒക്കെ പൂർത്തിയായല്ലോ അല്ലേ, എല്ലാം നന്നായി അവസാനിച്ചില്ലേ എന്ന് ശിശിര അന്വേഷിച്ചപ്പോ മറുപടി ഒന്നും പറയാതെ അർച്ചന അങ്ങനെ നിൽക്കുന്നു. എന്തുപറ്റി സമൃദ്ധിക്ക് എന്ന് ചോദിച്ചപ്പോ ഗൂഗിള് പറഞ്ഞു, എല്ലാം ഭംഗിയായി അവസാനിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിശിരയുടെ അടുത്തേക്ക് എത്തി ഗൂഗിള് പറഞ്ഞു, അതെ, നീ ഒരു കാര്യം ചെയ്യും, ആ ബാഗൊക്കെ എടുക്കാനായിട്ട് അമ്മയൊന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് അർച്ചനയും വിളിച്ചുകൊണ്ട് മോളെയും ചേർത്ത് പിടിച്ച് ഗൂഗിള് വേഗം അകത്തേക്ക് കയറിപ്പോയി. ഉടനെ ശിശിര ശോഭയോട് ചോദിച്ചു, എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവളുടെ മുഖത്തെന്താ അങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോ ശിശിരയോട് ശോഭ പറഞ്ഞു, എടി മോളെ, ചികിത്സയൊന്നും പൂർത്തിയായില്ല, പൂജയും പൂർത്തിയായില്ല. അത് കേട്ടതോടെ വല്ലാത്ത ഞെട്ടലായി ശിശിരയ്ക്ക്. പൂർത്തിയായില്ലെന്നോ, അമ്മ എന്തേ പറയുന്നത്? എടി, ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പ്രാർത്ഥന എന്തായാലും ഫലിച്ചു. അവൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയില്ല. അത് മാത്രമല്ല, പൂജയും അലങ്കോലമായി. പൂജ അലങ്കോലമായെന്നോ? അമ്മേ, അതെങ്ങനെ സംഭവിച്ചു? എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ, അതെ, പൂജ പൂർത്തിയാക്കാതിരുന്നതല്ല, പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. ആ കമലയുടെ മകനുണ്ടല്ലോ സച്ചി, അവൻ വന്നാണ് പൂജ കുളവാക്കിയത്. അതെങ്ങനെയമ്മ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് നീ വേഗം വന്നേ എന്ന് പറഞ്ഞ് ലഗേജ് എടുക്കാനായിട്ട് ശിശിരയെ വിളിച്ചുകൊണ്ട് പോന്നു. അപ്പോഴേക്കും അകത്തേക്ക് കയറി ചെന്ന
അർച്ചനയും ഗോകുലും വാതുക്കൽ ഊന്നുവടിയുമായിട്ട് വന്ന് നിൽക്കുന്ന നമ്മുടെ രാജീവിനെയാണ് കണ്ടത്. രാജീവ് കുറച്ചൊക്കെ നടക്കാൻ തുടങ്ങിയിരുന്നു. സ്വയം സ്റ്റിക്കിന്റെ ഉപയോഗത്തോടെ അവിടേക്ക് നടന്നു വരുന്ന രാജീവിനെ കണ്ട അതിശയത്തോടെ ഗൂഗിൾ നോക്കുമ്പോൾ അർച്ചനയുടെ മുഖത്ത് മാത്രം ആ ഒരു അതിശയമില്ലാതിരുന്നു. ഞെട്ടലോടെ അർച്ചന രാജീവിന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ രാജീവ് ചോദിച്ചു, പൂജയൊക്കെ പൂർത്തിയായല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഹലോ അങ്കിൾ എന്ന് വിളിച്ച് ഗൗരിമോള് വേഗം രാജീവിന്റെ അരികിലേക്ക് ഓടിയെത്തി. രാജീവ് ഗൗരിമോളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ഇവിടുന്ന് കൂട്ടായോ എന്നായിരുന്നു ഗൂഗിളിന്റെ ചോദ്യം. പിന്നല്ലാതെ ഞങ്ങളിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്ന് ഗൂഗിളും ഗൗരിമോളും രാജീവും കൂടി ഗൂഗിളിനോട് പറഞ്ഞു. അതിനുശേഷം രാജീവ് വിവരങ്ങളൊക്കെ ഗൂഗിളിനോട് അന്വേഷിച്ചു. പൂജ പൂർത്തിയൊന്നും ആയില്ല എന്ന് പിന്നാലെ വന്ന ശോഭ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ രാജീവ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അപ്പോഴേക്കും ശോഭ പറഞ്ഞു, ആ കമലയുടെ മകൻ സച്ചി വന്നിട്ട് എല്ലാം കൊളവാക്കിയെന്ന് പറഞ്ഞപ്പോ സച്ചിയുടെ പേര് കേട്ടതോടെ രാജീവിന്റെ മുഖഭാവം മാറി. അപ്പോ സച്ചി അർച്ചനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ എന്ന് രാജീവ് ചിന്തിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എനിക്കൊന്ന് ഫ്രഷ് ആവണം, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അർച്ചന വേഗം മുറിയിലേക്ക് പോകുമ്പോൾ അടുത്ത് നിന്ന് ശോഭ പറഞ്ഞു, എടാ മോനെ, നീ കൂടെ ചെല്ല്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ തകർത്തിട്ടുണ്ട്, നീ ഒന്ന് ചെന്ന് സമാധാനിപ്പിക്കുന്ന പറഞ്ഞതും ഗൗരിമളയും വിളിച്ചുകൊണ്ട് ഗൂഗിളും സമൃദ്ധിക്ക് പിന്നാലെ അർച്ചനയ്ക്ക് പിന്നാലെ നേരെ മുറിയിലേക്ക് പോയി. ഈ സമയത്ത് രാജീവ് പെട്ടെന്ന് ചിന്തിച്ചു, അപ്പോ സച്ചി അർച്ചനയെ തിരിച്ചറിഞ്ഞു. അപ്പോ എന്തായാലും സച്ചി ഇനി അർച്ചനയുടെ പിന്നാലെ വരിക തന്നെ ചെയ്യും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും സച്ചി അർച്ചനയും കൊണ്ട് പോകും. ഇനിയിപ്പോ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് രാജീവ് മനസ്സിലങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് മുറിയിലേക്ക് എത്തിയ അർച്ചന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തത്. സച്ചി തന്നെ തിരിച്ചറിഞ്ഞ് അരികിലേക്ക് ഓടിയെത്തി അർച്ചന എന്ന് ഉറക്കെ വിളിച്ച ആ നിമിഷം അർച്ചനയുടെ മനസ്സിലേക്ക് വീണ്ടും വന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചി വന്ന് തന്നെ ചേർത്ത് പിടിച്ചതും തന്നെ അർച്ചന എന്ന് വിളിച്ച്, മോളെ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ സച്ചി അന്വേഷിച്ചതും 10 വർഷക്കാലമായി തനിക്ക് വേണ്ടി കാത്തിരുന്ന സച്ചിയുടെ തന്നോടുള്ള സ്നേഹവും അതിന്റെ പേരിൽ സച്ചി അനുഭവിക്കാൻ വേണ്ടി വന്ന അപമാനങ്ങളും വേദനകളും ഒക്കെ ഓർത്ത് അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു. സച്ചിയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വേദനിച്ചുകൊണ്ട് അർച്ചന കണ്ണുനീരൊഴുക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഗോകുലും ഗൗരിയും കൂടി അകത്തേക്ക് എത്തി. അവരെ കണ്ടതോടെ വേഗം തന്റെ കണ്ണുനീര് തുടച്ച് അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് ഗൂഗിൾ വന്ന് പറഞ്ഞു, എടോ, താൻ സച്ചിയെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവൊന്നും വേണ്ട. അയാളുടെ മാനസികാവസ്ഥയും അയാളുടെ ലൈഫും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അയാൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്നും അതുകൊണ്ട് ഇനി എന്തായാലും അയാളെക്കുറിച്ച് ഓർത്ത് ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആവേണ്ടതില്ല. പിന്നെ ഇനി അയാളുമായിട്ടുള്ള ചങ്ങാത്തവും ഞാൻ ഒഴിവാക്കിക്കോളാം. അപ്പൊ പിന്നെ ഇനി പരസ്പരം കാണാനുള്ള ആ ഒരു അവസരം ഇല്ലാതായിക്കോളുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹോസ്പിറ്റലില് അതിനകം സച്ചിയെ അവിടെ കണ്ട ആളുകൾ സച്ചിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. ഹോസ്പിറ്റലിലെത്തി ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞ സച്ചി വേഗം ചാടി എഴുന്നേറ്റു. എനിക്ക് എന്റെ അർച്ചനയെ കാണണമെന്നായിരുന്നു സച്ചിയുടെ ആവശ്യം. ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെ, താൻ റെസ്റ്റ് എടുക്ക്, തനിക്കിപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഡോക്ടർ, എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് കൊണ്ടുവരണം. എൻ്റെ അർച്ചനയെ എത്ര വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണെന്നറിയാവോ. അവളെ ഞാൻ കണ്ടെത്തി. ഇത്രയും നാളും അവൾ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും എനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അർച്ചനയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സച്ചി വേഗം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഗോകുലിന്റെ വീട് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഗോകുലിന്റെ വീട് ലക്ഷ്യം വെച്ച് സച്ചി അവിടേക്ക് എത്തി. ഗോകുലിന്റെ വീടിന് മുന്നിലെത്തി ആ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് സച്ചി അകത്തേക്ക് എത്തി. അർച്ചന എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്ന അർച്ചന ആകെ ഭയന്ന് ഇതാരാണ് വരുന്നതെന്നും തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ആരോ ഒരാൾ, ഒരു രാക്ഷസൻ തൻ്റെ അരികിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഭയങ്ങളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി. ആകെ ഭയന്ന് വിറച്ച് അർച്ചന നിൽക്കുന്നു.